ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയെക്കുറിച്ചാണ്. ആപ്ര ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രോസസ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. എന്താണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ റിക്വയർമെൻറ്റ്? ഏതൊക്കെ കൺട്രീസിലാണ് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളത്? ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ എലിജിബിൾ ആണോ എന്നുള്ളത്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഇത് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്, GNM നഴ്സസ് എലിജിബിൾ ആണോ? ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയെക്കുറിച്ചാണ്. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആയതുകൊണ്ട് തന്നെ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ ഡൗട്ട്സ് കാൻഡിഡേറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു Q&A സെഷൻ പോലെയാണ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്, കാരണം കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. സോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം തന്നെ എന്താണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ? 2025 ആപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പാത്വേ ആണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ. ഈ പാത്വേ വഴി കുറച്ച് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഓസ്ട്രേലിയയുടെ എക്സാംസ് ഇല്ലാതെ, അതായത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാംസ് ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ കിട്ടുന്നു. അതുകൊണ്ടാണ് ഇതൊരു ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ എന്ന് പറയാൻ കാരണം. ഓസ്ട്രേലിയയുടെ എക്സാംസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. NCLEX RN, OSCE, ലാംഗ്വേജ് ടെസ്റ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഒരു നഴ്സിന് രജിസ്ട്രേഷൻ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. ഈ രജിസ്ട്രേഷൻ കിട്ടിയാൽ മാത്രമാണ് അവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെ എലിജിബിലിറ്റി കിട്ടുകയാണെങ്കിൽ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാതെ തന്നെ ആപ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. സോ ഇതാണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ. ആപ്ര ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രോസസ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സായ OBA കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 1 ഇയർ ടൈമും എടുക്കും. അതുപോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറും തന്നെയാണ്. എലിജിബിൾ ആയിട്ടുള്ള കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഓൾറെഡി ഇതുപോലെയുള്ള രജിസ്ട്രേഷൻ എക്സാമിനേഷൻ ഫേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം ടൈമും മണിയും സ്പെൻഡ് ചെയ്തിട്ടും ആയിരിക്കും ആ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു ഈസി പാത്വേയിലൂടെ ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് ആപ്ര ഇങ്ങനെയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇടയായ റീസൺ. എന്താണ് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയുടെ റിക്വയർമെൻറ്റ്? അടുത്തതായി നമുക്ക് റിക്വയർമെൻറ്റ്സ് നോക്കാം. വിത്തൗട്ട് എക്സാമിനേഷൻ ആപ്ര രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 2 ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടി വരുന്നത്. 1 എക്സ്പീരിയൻസ്, 2 ക്വാളിഫിക്കേഷൻ. മിനിമം 1 ഇയർ RN എക്സ്പീരിയൻസ് ഇനി പറയുന്ന കൺട്രീസിൽ നിന്നും വേണ്ടി വരും. രജിസ്റ്റേർഡ് നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഒന്നെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ 1800 hours ഓഫ് എക്സ്പീരിയൻസ്. ഇതിലേതാണോ ആദ്യം മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്. ഈ എക്സ്പീരിയൻസ് 2017 ശേഷമുള്ളതായിരിക്കണം. അതാണ് 2ാമത്തെ ക്രൈറ്റീരിയ. അടുത്തതായി ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മിനിമം ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഉണ്ടായിരിക്കണം. അതും ഇയർ ഓഫ് കംപ്ലീഷൻ വരുന്നത് 2017 ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ 1 ജനുവരി 2017 ശേഷം BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനി പറയുന്ന കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ 1 ഇയർ ഓഫ് RN എക്സ്പീരിയൻസും ഈ പെർട്ടിക്കുലർ കൺട്രിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഏതൊക്കെ കൺട്രീസിലാണ് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളത്? ആപ്ര കൺസിഡർ ചെയ്യുന്നത് UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ. ഇത്രയും കൺട്രീസിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന നഴ്സസിന് മുൻപ് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെ ആപ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കാനഡയിലെ എല്ലാ നഴ്സസിനും ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലെ എലിജിബിലിറ്റി കിട്ടുകയില്ല. കാനഡയിലെ പ്രൊവിൻസസ് ആയ BC ആൻഡ് ഒണ്ടാരിയോ, ഈ 2 പ്രൊവിൻസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് മാത്രമായിരിക്കും ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെയുള്ള എലിജിബിലിറ്റി കിട്ടുക. അതും 2017 ശേഷമുള്ള BScയോ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ ആയിരിക്കണം. 2017 ശേഷമുള്ള RN എക്സ്പീരിയൻസും ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ അവർ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേ എലിജിബിൾ ആണോ എന്നുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 6 കൺട്രീസിലുള്ള നഴ്സസിന് മാത്രമാണ് ഈ ന്യൂ സ്ട്രീംലൈൻഡ് പാത്വേയിലൂടെയുള്ള എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. സോ GCC ഈ ഒരു കൺട്രി ലിസ്റ്റിൽ വരാത്തത് കൊണ്ട് തന്നെ
ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എക്സാമായ എൻക്ലെക്സാറിനും ഓസ്കിയും ലാംഗ്വേജ് ടെസ്റ്റും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെ OBA പ്രോസസ് എന്നാണ് പറയുന്നത്. ഈ ഒരു OBA പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന BSc നഴ്സസിനോ അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള നഴ്സസിന് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ഡെസ്മ ഇന്റർനാഷണൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫൈലും അക്സെപ്റ്റ് ചെയ്ത് OBA പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഇത് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മുൻപ് പറഞ്ഞ 6 കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് മാത്രമാണ് ഈ ഒരു പ്രൊസീജിയറിലൂടെ APRA രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ഇന്ത്യൻ നഴ്സസ് ആണെങ്കിൽ അവരും ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എക്സാമിനേഷൻ പ്രൊസീജിയറായ OBA ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റിലൂടെ മാത്രമാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻക്ലെക്സാറിനും ഓസ്കിയും ലാംഗ്വേജ് ടെസ്റ്റും അവർക്കും മാൻഡേറ്ററി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, GNM നഴ്സസ് എലിജിബിൾ ആണോ? UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ 2017 GNM കംപ്ലീറ്റ് ചെയ്ത് ഈ പറഞ്ഞ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിൽ അവർ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ അല്ല. കാരണം ഓസ്ട്രേലിയയുടെ മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് പറയുന്നത് ബാച്ചിലേഴ്സ് ആണ്. ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമാണ് APRA രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് GNM 2017 ശേഷമോ 2017 കംപ്ലീറ്റ് ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് ഈ മുൻപ് പറഞ്ഞ കൺട്രീസിൽ നിന്ന് റിക്വയർഡ് എക്സ്പീരിയൻസ് 1 ഇയറോ 1800 hours എക്സ്പീരിയൻസോ ഉണ്ടെങ്കിലും നിങ്ങൾ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ അല്ല. കാരണം GNM ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിലൂടെ APRA രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. GNM കംപ്ലീറ്റ് ചെയ്ത നഴ്സ് 2017 ശേഷമാണ് ഈ പറഞ്ഞ കൺട്രീസിൽ RN വർക്ക് ചെയ്തതെന്ന് കരുതുക. അവർക്ക് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക? അവർക്ക് 6 മാസത്തെ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിലൂടെ ലൈസൻസ് ലഭിക്കുന്നതാണ്. GCAN എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. അതിൽ 12 സ്പെഷ്യലൈസേഷൻസ് ആണുള്ളത്. നിങ്ങളിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സ്പെഷ്യലൈസേഷൻ എടുത്ത് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്കുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നതാണ്. അതുവഴി വിത്തൗട്ട് എക്സാമിനേഷൻ APRA രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യും. സോ GNM ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്, GCAN കോഴ്സ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2017 മുമ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള BSc നഴ്സാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് UK-ലോ അയർലൻഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺട്രിയിലാണ്. രജിസ്റ്റേർഡ് നഴ്സിൻ്റെ എക്സ്പീരിയൻസ് 2017 ശേഷമാണുള്ളത്. അങ്ങനെയുള്ളവർ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണോ? അങ്ങനെയുള്ളവർ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ അല്ല. കാരണം ഫസ്റ്റ് ക്രൈറ്റീരിയ വരുന്നത് തന്നെ 2017 or 17 ശേഷം BSc കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിലൂടെ APRA രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. OBA പ്രോസസ്സിലൂടെ തന്നെയാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ഇതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു Q&A സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് നമ്മൾ ഇതിലൂടെ ക്ലാരിഫൈ ചെയ്യാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.